നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആര് എന്തു പറഞ്ഞാലും നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ദിവ്യ എസ് അയ്യർ IAS. അങ്ങനെ ഒടുവിൽ KK രാഗേഷ് പുകഴ്ത്തൽ വിവാദത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. സിനിമയും ജീവിതവും ഒക്കെ ഒരുപോലെയാണെന്നും ഒരു സിനിമ പോലെയാണ് ഇപ്പോഴത്തെ വിവാദത്തെ താൻ കാണുന്നതെന്നുമാണ് ദിവ്യയുടെ പക്ഷം. സിനിമ റിലീസാവുമ്പോൾ ആളുകൾ പല വിധത്തിലുള്ള പ്രതികരണം നടത്തും. നമ്മൾ ഉദ്ദേശിച്ചതാവില്ല കാഴ്ചക്കാർ കാണുക. ചിലർക്ക് ഇഷ്ടമായില്ലെന്ന് വരും. സൈബർ ആക്രമണം കൊണ്ട് നയത്തിൽ മാറ്റമില്ല എന്നും താനും ശബരിനാഥനും തങ്ങളായി തന്നെ തുടരുമെന്നുമാണ് ദിവ്യയുടെ പ്രതികരണം. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ പുകഴ്ത്തൽ നടത്താൻ സർവീസ് ചട്ടം അനുവദിക്കുന്നുണ്ടോ? അതില്ലല്ലോ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് പുകഴ്ത്തൽ മാമാങ്കം നടത്തുന്നത്? സർവീസിൽ നിന്ന് മാറി നിന്നിട്ട് പോരെ ഇത്തരത്തിലുള്ള പുകഴ്ത്തൽ നടത്തേണ്ടത്? അതിൽ സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അത്തരം സംശയങ്ങളൊക്കെ മാറ്റണം. എന്നിട്ട് സർവീസിൽ നിന്നും മാറാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടാമോ എന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ രാഗേഷിനെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചത്. കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് KK രാഗേഷ് കവചം തീർത്തിരുന്നു എന്നായിരുന്നു ദിവ്യയുടെ പോസ്റ്റ്. KK രാഗേഷിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ താൻ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നും വിശ്വസ്തതയുടെ പാഠപുസ്തകമാണ് KK രാഗേഷ് എന്നും ഒക്കെയായിരുന്നു പുകഴ്ത്തല്. പോസ്റ്റിന് പിന്നാലെ വ്യാപകമായി ദിവ്യക്കെതിരെ അങ്ങ് വിമർശനവും വന്നു. കോൺഗ്രസ് നേതാക്കളായ K മുരളീധരൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ചുരുക്കം ചില സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ മഹതി എന്നായിരുന്നു K മുരളീധരന്റെ പക്ഷം. സോപ്പിടുമ്പോൾ കുറച്ച് സോപ്പിടണമെന്നായിരുന്നു ശബരിനാഥനും വിമർശനം വന്നത്. എന്തായാലും എത്രയൊക്കെ വിവാദം വന്നാൽ താൻ നന്നാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദിവ്യയുടെ നിൽപ്പ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.